നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മീനമാസം മത്സ്യങ്ങളുടെ കൊയ്ത്തുകാലമാണ്. കൊല്ലത്തെ ഫിഷറീസ് വകുപ്പിൻ്റെ 1000 തെങ്ങ് ഫാമിൽ ഇപ്പോൾ മത്സ്യങ്ങൾക്ക് വൻ കൊയ്ത്ത്. 12ഓളം വിശാലമായ കുളങ്ങളിൽ നീന്തി തുടിക്കുന്ന വിവിധങ്ങളായ മത്സ്യസുന്ദരികളെ പരിചയപ്പെടാൻ ഞങ്ങൾ കൊല്ലത്തെ 1000 തെങ്ങിലേക്ക് പോകുന്നു. 1000 തെങ്ങെന്നാൽ ഇപ്പോൾ കൽപ്പവൃക്ഷങ്ങളല്ല, മത്സ്യസുന്ദരിമാർ തന്നെയാണ്. കൊല്ലത്തെ 1000 തെങ്ങിൽ നിന്ന് വിവിധ മത്സ്യസുന്ദരിമാരോടൊപ്പം ഹരിതം സുന്ദരം. അറബിക്കടലും കായംകുളം കായലും നിത്യേന ചുംബനം നൽകുന്ന തീരമാണ് 1000 തെങ്ങ്. 1000 തെങ്ങെന്നാൽ ഇന്ന് 1000 കൽപ്പവൃക്ഷങ്ങളല്ല, ഒക്കെയും മത്സ്യസുന്ദരിമാർ നീരാടുന്ന കുളങ്ങൾ. അറബിക്കടലിൻ്റെ ലവണവും കായംകുളം കായലിൻ്റെ ഓളവും ചേരുമ്പോൾ മത്സ്യങ്ങൾ ഉടൽ വീർത്ത് മേനിത്തരിപ്പോടെ ആരെയും ആകർഷിക്കാനായി നീന്തി തുടിയും. ഇവിടെ നീന്തുന്നതാകട്ടെ രുചിക്കൂടുകളായ മത്സ്യങ്ങളും. 1000 തെങ്ങിലാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജലകൃഷി വികസന ഏജൻസിയുടെ ഫാമുകൾ. 5 ഏക്കർ വരുന്ന വിശാലമായ തീരത്ത് 12ഓളം വലിയ കുളങ്ങളുണ്ട്. തൂമ്പുകൾ വഴി കായംകുളം കായലിലെ ജലം അനായാസേന കയറിയിറങ്ങുന്നതാണ് ഓരോ തടാകങ്ങളും. ലവണാംശം ഏറി നിൽക്കുന്ന ഈ ജലത്തിലാണ് മത്സ്യകൃഷി തകൃതിയായി നടക്കുക. കൽപ്പവൃക്ഷങ്ങൾ ഓരങ്ങൾ തീർക്കുന്ന തടാകതീരത്ത് മത്സ്യങ്ങളെ കണ്ടുനിന്നാൽ ഏത് അരസികൻ്റെ ഉള്ളിലും ഒരു മാന്ത്രികത ഉണരും. ചെറിയ ഒരു കൊയ്ത്തിനായി വലക്കാരോടൊപ്പം ഞങ്ങളും കൂടി 25 സെന്റോളം വരുന്ന വലിയ ഒരു കുളത്തിലേക്കാണ് ഇത്തവണ നടന്നത്. വീശുവല എറിയുകയാണ് ഇത്തവണ സൗകര്യം. കരയിൽ മീൻപലപ്പ് നോക്കി നിൽക്കാൻ മിടുക്കരായ തൊഴിലാളികളുണ്ട്. മീൻപലപ്പ് ഏറി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു യാത്ര. എന്നാൽ എല്ലാ കണക്കുകൂട്ടലും എപ്പോഴും വിജയിക്കണമെന്നില്ല. തിരുതയുടെ കുളത്തിൽ വല നിറഞ്ഞു മറിഞ്ഞു. ഒരു ചെറുവിൽപ്പനയ്ക്കുള്ള മത്സ്യങ്ങൾ കയറി. തിരുതമീന് പ്രിയം ഏറെയാണ്. മത്സ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും 1000 തെങ്ങിൽ ഇന്നും ആൾക്കാർ അന്വേഷിച്ചു വരുന്നത് തിരുതയെ തന്നെ. നീണ്ട മേനിയും വെള്ളിച്ചെതുമ്പലുകളുമാണ് തിരുതയുടെ പ്രത്യേകത. കണമ്പ് മത്സ്യവുമായി ഏറെ അടുത്തു നിൽക്കുന്ന തിരുതയ്ക്ക് രുചി അല്പമേറും, വളർച്ച കൂടുതലും. എന്നാൽ പ്രായത്തിന്റെ ആദ്യഘട്ടത്തിൽ വളർച്ച തീരെ കുറവാണ്. 1-ാം വർഷം അന്ത്യത്തിൽ തിരുത 1 കിലോയോളം വരും. ഒരു കൈയിൽ ഒതുങ്ങുന്നതല്ല ആ ഭാരം. തിളങ്ങുന്ന പളുങ്ക് കണ്ണുകളും അതിനെ വലയം ചെയ്യുന്ന സ്വർണ്ണവർണ്ണവുമൊക്കെ തിരുതയുടെ പ്രത്യേകതയാണ്. തിരുതത്തോരൻ, തിരുതക്കറി, തിരുത ഫ്രൈ ഇവയ്ക്കെല്ലാം ഞങ്ങൾ യോജിച്ചവരാണ് എന്നവർ സ്വയം വിളംബരം ചെയ്യും. പ്രത്യേക പെല്ലറ്റഡ് ഫീഡുകളിലാണ് തിരുതകൾക്ക് തീറ്റ നൽകുക. കുറഞ്ഞത് 25% പ്രോട്ടീനെങ്കിലുമുള്ള തീറ്റ ചെല്ലുന്തോറും വർഷത്തിൽ 1 കിലോ എന്ന ഭാരത്തിലേക്ക് തിരുത അടുക്കും. ജൈവ അവശിഷ്ടങ്ങൾ കഴിച്ച് മേനിഭാരം വർദ്ധിക്കുന്ന തിരുതയ്ക്ക് തീറ്റ കുറവ് മതി എന്ന പ്രത്യേകതയുണ്ട്. നേർത്ത പാട വന്ന് മൂടിയ പോലെയുള്ള കണ്ണുകളുമായി അവർ പുറം ലോകത്തെ കണ്ടുകഴിഞ്ഞു. ഇനി നേരെ തീന്മേശയിലേക്കാണ് യാത്ര. വിദേശ രാജ്യങ്ങളിൽ പോലും പ്രിയമായ തിരുത മത്സ്യങ്ങളെ അന്വേഷിച്ച് ധാരാളം ആളുകൾ ഫാമിൽ എത്താറുണ്ട്. എല്ലാ തിങ്കളാഴ്ച രാവിലെയും ഫാമിൽ കൊയ്ത്തു മത്സ്യങ്ങൾ വിൽപ്പനയ്ക്കുമുണ്ട്. ഫിഷറീസ് വകുപ്പിൻ്റെ ജലകൃഷി വികസന ഏജൻസിയുടെ 1000 തെങ്ങ് ഫിഷ് ഫാമിൻ്റെ മാനേജർ മഞ്ജു നമ്മോടൊപ്പം ഉണ്ട്. മഞ്ജുവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം മഞ്ജു. നമസ്കാരം. ഇപ്പോൾ ഈ 1000 തെങ്ങ് ഫാമിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മത്സ്യപ്രേമികൾക്കെല്ലാം അറിയാവുന്ന ഒരു ഫാമാണ്. ഏതൊക്കെ മത്സ്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ഇവിടെ പ്രധാനമായിട്ടും കരിമീൻ, കാളാഞ്ചി, കണമ്പ്, പൊമ്പാനോ, സീബാസ്, കോബിയ, ചെമ്പല്ലിക്കോര, അഴുതക്കോര ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഞണ്ട്, കൊഞ്ച്. ഈ പറഞ്ഞാൽ ഈ കേരളത്തിലെ മത്സ്യപ്രേമികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ഇനം മത്സ്യങ്ങളും ഇടയിൽ ഒരു തറവാടാണ് 1000 തെങ്ങ് ഫാം. ഒരു ജലത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് ഏതൊക്കെ മത്സ്യങ്ങളാണ്. അപ്പോൾ എവിടെ നിന്നെല്ലാം ഏതെല്ലാം മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് ലഭ്യമാണോ ആ മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ വളർത്തി
അതിൻ്റെ പല രീതിയിലുള്ള കൃഷി രീതികൾ പരീക്ഷിച്ച് നോക്കുകയാണ്. അതായത് കുളങ്ങളിലെ മത്സ്യകൃഷി, വലവളപ്പുകളിലെ മത്സ്യകൃഷി, കൂടുകളിലെ മത്സ്യകൃഷി, ഇങ്ങനെ പലതരത്തിലുള്ള മത്സ്യകൃഷി രീതികളും, പിന്നെ ഇത് കൂടാതെ വിവിധ തരം മത്സ്യ ഇനങ്ങളും, പിന്നെ അതും കൂടാതെ ഈ ഓരോ മത്സ്യത്തിനും ഏത് തരത്തിലുള്ള തീറ്റയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നും ഉള്ള ഒരു ഗവേഷണം കൂടിയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വരുന്ന ഏത് മത്സ്യത്തെ അന്വേഷിച്ചാണ്? ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വരുന്നത് നമ്മുടെ സ്വന്തം മത്സ്യമായ കരിമീൻ അന്വേഷിച്ചുകൊണ്ടാണ്. കരിമീനെ പിടിക്കുന്ന സമയം എപ്പോഴാണ് ഈ ഫാമിൽ ഇപ്പോൾ നമ്മൾ കരിമീൻ പിടിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ കരിമീൻ്റെ വിത്തുൽപാദനമാണ് നമ്മുടെ ഫാമിലെ പ്രധാനമായിട്ടുള്ള ഒരു പദ്ധതി. അപ്പോൾ കരിമീൻ വിത്തുൽപാദിപ്പിച്ച് നമ്മൾ കർഷകർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും ആവശ്യക്കാർ കൂടിയ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങളെ കൂടിലെ മത്സ്യകൃഷി, മത്സ്യക്കുഞ്ഞുങ്ങൾ, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ കൂടിലെ മത്സ്യകൃഷിക്കായിട്ടും ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കൂടുതലായിട്ട് വരും വർഷങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് കരിമീൻ്റെ കൃഷി വ്യാപിപ്പിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ഈ കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വിലയൊക്കെ എങ്ങനെയാണ്? വില നമുക്ക് ഗവൺമെൻറ് ഫിക്സ് ചെയ്ത് തന്ന റേറ്റാണ്. അത് വലിപ്പം അനുസരിച്ചിട്ടാണ് ഓരോ സെൻറ്റിമീറ്ററിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ 2 സെൻറ്റിമീറ്ററിന് 6 രൂപ, 3 സെൻറ്റിമീറ്ററിന് 8 രൂപ, ഇങ്ങനെ വലിപ്പം കൂടുന്നതനുസരിച്ച് 10 രൂപ, 12 രൂപ, ഇങ്ങനെയാണ് അതിൻ്റെ റേറ്റ്. നേരത്തെ മഞ്ജു സൂചിപ്പിച്ചപ്പോൾ ചില മത്സ്യങ്ങൾ, ഉദാഹരണമായിട്ട് ചെമ്പല്ലി, അതുപോലെ തന്നെ അഴുത, അത്തരത്തിലുള്ള നമ്മുടെ കേരളത്തിൽ തന്നെ രുചിപ്രിയമായ മത്സ്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. അത്തരം മത്സ്യങ്ങളുടെ കൊയ്ത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അത് സാധാരണക്കാർക്ക് ലഭ്യമാവണമെങ്കിൽ എന്നാണ് അവർ വരേണ്ടത്? ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്? ഇവിടെ നമ്മൾ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ദിവസമാണ് വിൽപ്പന വയ്ക്കാറുള്ളത്. അപ്പോൾ അതാത് സമയത്ത് ഏത് മീനാണോ വിളഞ്ഞു കിടക്കുന്നത് ആ മീനായിരിക്കും തിങ്കളാഴ്ച ദിവസങ്ങളിൽ വിൽപ്പന. തിങ്കളാഴ്ച ദിവസം രാവിലെ 7 മണിക്കായിരിക്കും സെയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച കണ്ണുടച്ച് ഇവിടെ വന്നാൽ മീൻ കിട്ടും, സ്വാഭാവികമായിട്ടും കിട്ടും. പിന്നെ എന്തെങ്കിലും ഒരു തടസ്സം അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് വന്നാൽ മാത്രമേ കിട്ടാതിരിക്കുകയുള്ളൂ. പിന്നെ ഇത് കൂടാതെ കൂടുതൽ മത്സ്യം നമ്മുടെ കുളങ്ങളിലോ കൂടുകളിലോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ മറ്റ് ദിവസങ്ങളിൽ നമ്മൾ വിളവെടുപ്പ് നടത്താറുണ്ട്. അന്നേരം അതിന് 2 ദിവസം മുന്നേ നോട്ടീസ് കൊടുക്കും. മറ്റൊരിടം തേടി വീണ്ടും യാത്രയായി. ഇത്തവണ വള്ളത്തിലും 2 പേർ നീങ്ങി. വലിയ വലവളപ്പിലും വലിയ കുളങ്ങളിലും ചെറിയ കേജുകളിലുമായിട്ടാണ് ഫാമിൽ കൃഷിയേറെ. വലവളപ്പിന് പുറത്ത് ലവണാംശമുള്ള ജലത്തിൽ തൂമ്പുകൾ വഴി ധാരാളം മീനുകൾ എത്താറുണ്ട്. ഒപ്പം ഫാമിൽ നിന്ന് വളർത്താൻ നിക്ഷേപിക്കുന്ന മീനുകളും. രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ മണ്ഡപത്തെയും കരിക്കത്തെയും രാജീവ് ഗാന്ധി ജലകൃഷി കേന്ദ്രത്തിൽ നിന്നാണ് മിക്ക മത്സ്യങ്ങളുടെയും കുഞ്ഞുങ്ങളെ 1000 തെങ്ങിൽ എത്തിക്കുക. ഫിഷറീസ് വകുപ്പ് തന്നെ അതിന് നേരിട്ട് മുൻകൈയെടുക്കും. വലിയ ഫൈബർ റീഇൻഫോഴ്സ്ഡ് ടാങ്കുകളിലാണ് കുഞ്ഞുങ്ങളുടെ ശേഖരം. 8 മാസം മുമ്പ് നിക്ഷേപിച്ച കണമ്പ് മത്സ്യശേഖരം തേടി ഞങ്ങൾ ഒരു യാത്ര പോയി. മറ്റൊന്നുമല്ല, ഈ വേലിയിറക്കത്തിൽ 1-2 മത്സ്യങ്ങളെ കിട്ടിയാലായി. കണമ്പിന്റെ സാന്ദ്രത അറിയുക മാത്രമായിരുന്നു ലക്ഷ്യം. വലയിൽ എന്തായാലും കണമ്പ് കുടുങ്ങിയിട്ടുണ്ട്. തിരുതയെ അപേക്ഷിച്ച് കണമ്പ് മത്സ്യങ്ങൾക്ക് വലിപ്പക്കുറവാണ്. 1 വർഷം കൊണ്ട് കേവലം 300 മുതൽ 400 ഗ്രാം വരെ കണമ്പ് മത്സ്യങ്ങൾ തൂക്കമെത്തും. കാഴ്ചയിൽ സുന്ദരന്മാരാണ് കണമ്പുകൾ. മേനിയിലാകെ ഒരു ലാസ്യ ലാവണ്യവും. വാങ്ങാൻ വരുന്നവരുടെ കൊതി ആ മേനിയിൽ തന്നെ തങ്ങി നിൽക്കും. പ്രത്യേക പെല്ലറ്റ് തീറ്റ വേണമെന്നില്ല. ചീഞ്ഞളിഞ്ഞ ജൈവ അവശിഷ്ടങ്ങളും പായലുമൊക്കെ തീറ്റയാക്കുന്നവരാണ് കണമ്പുകൾ. സമ്മിശ്ര കൃഷിക്ക് ഏറ്റവുമധികം യോജിച്ച മീനാണ് കണമ്പ്. മറ്റു മത്സ്യങ്ങളെ ഉപദ്രവിക്കാറില്ല. അവയുടെ വളർച്ചയ്ക്ക് ഭംഗം വരുത്താറില്ല. സ്വയം വളർന്ന് മേനി നിറഞ്ഞ് അവരങ്ങനെ നീന്തി തുടിക്കും. സ്നാപ്പർ എന്ന് വിളിക്കുന്ന ചെമ്പല്ലി മത്സ്യങ്ങളെ രാജീവ് ഗാന്ധി സെന്ററിൽ നിന്നാണ് കൊണ്ടുവന്നത്. അവയ്ക്കും ഫാമിലെ കുളങ്ങളിൽ ഒരിടമുണ്ട്. സ്നാപ്പർ മിടുക്കരാണ്. നല്ല രുചിയുള്ള മേനിഭാരം വെക്കുന്ന മത്സ്യങ്ങൾ. ധാരാളം ആവശ്യക്കാർ ചെമ്പല്ലി മത്സ്യങ്ങൾക്കുണ്ട്. കേവലം 6 മാസം കൊണ്ട് തന്നെ 1 കിലോ തൂക്കമെത്തുന്നവരാണ് ചെമ്പല്ലി മത്സ്യങ്ങൾ. കറുത്ത നിറമുള്ള കണ്ണുകൾക്ക് ചുറ്റും വളയം ചെയ്യുന്ന സ്വർണ്ണരേഖകൾ ആ അഴകിന് മാറ്റുകൂട്ടും. മേനിഭാരത്താൽ ആരെയും ആകർഷിക്കുന്ന ചെമ്പല്ലിക്ക് ഫാമിൽ പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. കൂർത്ത പല്ലുകളാണ് ചെമ്പല്ലിയുടേത്. അറിയാതെ വിരൽ വായിൽപ്പെട്ടാൽ കഥ കഴിഞ്ഞത് തന്നെ. ചെമ്പല്ലിക്കായി രാജ്യത്ത് ഹാച്ചറികളില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കായലിൽ നിന്നും മത്സ്യബന്ധനം കഴിഞ്ഞ് വള്ളക്കാർ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇന്നും ആശ്രയം. മറ്റൊരു സുന്ദരി മത്സ്യമാണ് സ്കാറ്റ് അഥവാ നച്ചിറ. ആള് കാണാനും സുന്ദരൻ, രുചിയിലും മുന്നിൽ. പോരെ പൂരം.
സ്കാറ്റിന് ആവശ്യക്കാരേറെ. ഒത്ത ബ്രൗൺ നിറത്തിലുള്ള മേനിയിൽ ഇരുണ്ട തവിട്ട് പുള്ളികൾ ആ അഴകിന് മാറ്റുകൂട്ടും. കണ്ടാൽ വിശറി പോലെ തോന്നുന്ന വാലുകളാണ് സ്കാറ്റിൻ്റെ പ്രത്യേകത. നച്ചുറയുടെ മുതുകിലെ മുള്ളുകൾ സൂക്ഷിക്കണം. എളുപ്പം ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്നവയല്ല ഈ മത്സ്യങ്ങൾ. എങ്കിലും ലവണാംശം കൂടിയ സ്ഥലത്തെ നച്ചുറകൾ വളരൂ. മഴ പെയ്താൽ നച്ചുറകൾക്ക് മരണം സംഭവിക്കും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല. വലിയ വലവളപ്പുകൾ തന്നെയാണ് നച്ചുറ കൃഷിക്കായി ഫാമിൽ ഉപയോഗിക്കുക. വലവളപ്പ് പ്രത്യേകം നിർമ്മിതമാണ്. PVC പൈപ്പുകളും തടികളും ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ വസ്തുക്കളും കൊണ്ടാണ് വലവളപ്പ് നിർമ്മിക്കുക. ഒരു കാരണവശാലും മത്സ്യങ്ങൾ അത് തകർത്ത് പുറത്തു വരരുത്. മത്സ്യങ്ങളെ സുരക്ഷിതമായി ഭദ്രമായി പാർപ്പിക്കുക മാത്രമാണ് വലവളപ്പിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കുളങ്ങളിൽ നന്നായി ആഴത്തിൽ അടിച്ചിറക്കിയതാണ് ഓരോ വലകളും. വറ്റയാണ് മറ്റൊരു മത്സ്യം. കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ വട്ടക്കണ്ണിപ്പാര എന്നറിയപ്പെടുന്ന മത്സ്യമാണ് വറ്റ. വറ്റയ്ക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണ്. പൊമ്പാന തുടങ്ങി ഇപ്പോൾ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ആവോലി വിഭാഗം തന്നെയാണ് ഈ പാരകൾ. കരാങ്സ് ഇനത്തിൽപ്പെട്ട വട്ടക്കണ്ണിപ്പാരയ്ക്ക് ഡിമാൻഡ് ഏറെയാണ്. നല്ല രുചിയുള്ള ഈ മത്സ്യങ്ങൾ കേവലം 8 മാസം കൊണ്ട് തന്നെ 1/2 കിലോ തൂക്കമെത്തും. പ്രത്യേകിച്ച് പെല്ലറ്റ് തീറ്റ വേണമെന്നില്ല. ജൈവ അവശിഷ്ടങ്ങളും പായലും ഒക്കെ തീറ്റയാക്കുന്ന വറ്റ 8-ാം മാസം കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമാവും. പലതരം മത്സ്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചെമ്പല്ലിക്കോര, അഴുത ഒക്കെ പറഞ്ഞു. അതോടൊപ്പം പാര മത്സ്യമുണ്ട്, പിന്നെ പൊമ്പാനയുണ്ട്, കരിമീനുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വില? കരിമീൻ്റെ ഓരോ മത്സ്യത്തിനും അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കരിമീന് 200 ഗ്രാം സൈസിന് മേലെ 350 രൂപ, 200 ഗ്രാം സൈസിന് താഴെ 300 രൂപ. കണമ്പ് 250 ഗ്രാം സൈസിന് മേലെ 250 രൂപ, അതിന് താഴെ വരുമ്പോൾ 200 രൂപ. പിന്നെ ഈ കോര വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങൾക്ക് 300, 350. പൊമ്പാനവും അതേ വില തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഇത്ര വലിപ്പമുള്ള. ഇപ്പോൾ പൂമീനാണെന്നുണ്ടെങ്കിൽ 1 കിലോയ്ക്ക് മേലെ ആകുമ്പോൾ 250 രൂപ, 1 കിലോയ്ക്ക് താഴെ ആകുമ്പോൾ 210 രൂപ. ഇങ്ങനെ വലിപ്പം അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ ഈ മത്സ്യങ്ങളെ വാങ്ങിക്കാൻ വരുന്നതോടൊപ്പം തന്നെ ഇവിടെ വന്ന് കാണുമ്പോൾ ആർക്കും പെട്ടെന്ന് തോന്നും, എനിക്കൊരു ജലാശയം ഉണ്ടെങ്കിൽ അല്പം മത്സ്യം ഇതുപോലുള്ള മത്സ്യങ്ങളെ കൃഷി ചെയ്താലോ എന്നും കൂടെ അവർക്ക് തോന്നും. അപ്പോൾ അവരെ സഹായിക്കാൻ കൂടി മഞ്ജു ഒരുക്കമാണ്. ഏതൊക്കെ തരത്തിൽ അവരെ സഹായിക്കും? ഇവിടെ കൂടുതൽ പേര് ഇപ്പോൾ നമ്മളുടെ ഈ ഫാമിൽ ഈ വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ, വിവിധ മത്സ്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടറിഞ്ഞിട്ട് ഒരുപാട് കർഷകർ, താല്പര്യമുള്ള ഒരുപാട് കർഷകർ ഇവിടെ വന്നു ചേരാറുണ്ട്. എന്നിട്ട് അവർ ഇതിൻ്റെ സാങ്കേതിക സഹായം അവരെപ്പോഴും ആവശ്യപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം, ഇത്ര ഏരിയ ഉള്ളിടത്ത് എത്ര മത്സ്യങ്ങളെയാണ് നമുക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നത്, പിന്നെ ഇതിനകത്ത് ഏത് മത്സ്യമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്, അവരുടെ ജലാശയത്തിൻ്റെ ഇതനുസരിച്ച്. അപ്പോൾ നമ്മൾ അവരുടെ ജലാശയത്തിൽ ജലം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഏത് മത്സ്യമാണ് സ്റ്റോക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് എവിടെ നിന്നൊക്കെ ലഭ്യമാകും, കുഞ്ഞുങ്ങളെ തീറ്റ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളുടെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം തന്നെ ഇതൊരു ഗവൺമെൻറ് ഫാം എന്നുള്ള നിലയ്ക്ക് പലതരത്തിലുള്ള കൃഷി രീതികൾ ഇങ്ങനെ പരീക്ഷിച്ച് ഏത് തരം മീനാണോ അതിജീവന നിരക്ക് കൂടുതൽ, കാലാവസ്ഥയിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ കുഴപ്പമില്ലാതെ അതിജീവിച്ചുകൊണ്ട് അവർ ഏതാണോ കൂടുതൽ വളർച്ച നേടുന്നത്, പിന്നെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വെയിറ്റ് വയ്ക്കുന്നത് ഏതുതരം മീനാണ്, ഇങ്ങനെയുള്ള മീനുകൾ ഏതാണെന്ന് പഠിച്ച് നമ്മൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ 1-2 വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഈ രീതിയിൽ പലതരത്തിലുള്ള കൃഷി രീതികൾ പരീക്ഷിച്ച് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കൈവന്നിട്ടുണ്ട്. ഇപ്പോൾ ഫാമേഴ്സിന് നമ്മൾ അതനുസരിച്ചിട്ടാണ് ഇവിടുന്ന് വിവരം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഏതാണ് നല്ലതെന്നുള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 12ഓളം, ഒരു ഡസനോളം വരുന്ന വിശാലമായ കുളങ്ങളുണ്ട്. അപ്പോൾ ഈ കുളത്തിലൊക്കെ ഒരു മാനേജർ എന്ന നിലയിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും പോകേണ്ട ആവശ്യമുണ്ട്. മഞ്ജു പോകാറുണ്ടോ? പോകാറുണ്ട്. വള്ളത്തിലാണോ പോകുന്നത്? വള്ളത്തിലും പോകാറുണ്ട്. വലിയ കുളമാണെന്നുണ്ടെങ്കിൽ വള്ളത്തിൽ പോകാറുണ്ട്. ചെറിയ കുളങ്ങളുടെ കരയിലൂടെ ബണ്ടിലൂടെ നടക്കാറുണ്ട്. നീന്താൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അഥവാ വീണാലും നമുക്ക് നീന്തി എങ്ങനെയും കര പിടിക്കാം. കായംകുളം കായലിലൂടെ ഒരു യാത്ര പോയി. ഫാമിൻ്റെ അങ്ങേയറ്റത്ത് മത്സ്യങ്ങൾക്കായി ചെറുകൂടുകളുണ്ട്. ഇവിടെയാണ് കേജ് കൾച്ചർ അനുവർത്തിക്കുന്നത്. ബോട്ടിൽ തന്നെ പോകണം കേജിലെ മത്സ്യങ്ങളെ കാണാൻ. കായംകുളം കായലിൽ ദേശീയ ജലപാത മുറിച്ചു വേണം അക്കരെ എത്താൻ. അവിടെ അതാ കേജുകളിൽ കരിമീൻ്റെ വിളയാട്ടം. കായലിൽ 1.5 മീറ്ററെങ്കിലും ആഴമുള്ള സ്ഥലത്താണ് കൂടുകൾ ഉറപ്പിച്ചിരിക്കുക. പ്രത്യേകം പാത്തികളിൽ നാട്ടിയിരിക്കുന്ന കൂടുകളിൽ കായൽ വെള്ളം കയറിയിറങ്ങി യഥേഷ്ടം പോകണം. ഇരട്ടവലകൾക്കുമുണ്ട് പ്രത്യേകത. എലിയാണ് മുഖ്യ ശത്രു. എലിയെങ്ങാൻ കയറി ഒരു വല കീറിയാലും മറ്റേ വലയിൽ മത്സ്യങ്ങൾ കിടന്നുകൊള്ളും. 3-4 സെൻറ്റിമീറ്ററുള്ള കരിമീൻ കുഞ്ഞുങ്ങളെയാണ് കേജ് കൾച്ചറിൽ വളർത്തിയെടുക്കുക. അവയ്ക്ക് ഉയർന്ന മാംസ്യമുള്ള പെല്ലറ്റ് തീറ്റയാണ് ആഹാരം. കായംകുളം കായലിൻ്റെ ലവണവും കായംകുളം കായലിൽ ഒഴുകി നടക്കുന്ന തീറ്റയുമെല്ലാം
അവർക്ക് ഭക്ഷണമാക്കുവാനും സൗകര്യമുണ്ട് എന്നതാണ് കേജിലെ പ്രത്യേകത. എന്നാൽ എല്ലാം പരിമിതമെന്ന് മാത്രം. കൊയ്ത്ത് എളുപ്പമാണ് എന്നതാണ് കേജ് കൃഷിയുടെ പ്രത്യേകത. ആവശ്യക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ മത്സ്യങ്ങളെ നൽകാനുള്ള സൗകര്യമുണ്ട്. കേജിൻ്റെ ചുമതല ഫാമിലെ തൊഴിലാളികൾക്ക് തന്നെ. ഒന്നും രണ്ടുമല്ല, 2000-ഓളം മത്സ്യങ്ങളെയാണ് കേജിൽ നിക്ഷേപിച്ചിരിക്കുക. കേരളത്തിൻ്റെ സ്വന്തം മത്സ്യമായ കരിമീന് എപ്പോഴും ആവശ്യക്കാരേറെയാണ്. 6 മാസം കൊണ്ട് തന്നെ 350 മുതൽ 400 ഗ്രാം ഭാരമെത്തുന്ന കരിമീന് മത്സ്യവിപണിയിൽ ഏറെ ഡിമാൻഡുണ്ട്. എപ്പോഴും ഉയർന്ന വില ലഭിക്കുന്ന കരിമീന് പ്രത്യേക സംരക്ഷണമാണ് ഫാമിലുള്ളത്. ഫിഷറീസ് വകുപ്പിൻ്റെ ജലകൃഷി വികസന ഏജൻസിയുടെ ഫാമാണ് 1000 തെങ്ങിലുള്ളത്. നൂതന മത്സ്യകൃഷി സംരംഭങ്ങളും നീലവിപ്ലവവും ഒക്കെ പരീക്ഷിക്കുന്നത് 1000 തെങ്ങ് ഫാമിലാണ്. അതുകൊണ്ട് തന്നെ പ്രസിദ്ധരായ പല മത്സ്യക്കുഞ്ഞുങ്ങളെയും ഫാമിൽ എത്തിക്കാറുണ്ട്. ഒക്കെയും രാജീവ് ഗാന്ധി സെന്ററിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന മത്സ്യങ്ങൾ. കളാഞ്ചിയും പൊമ്പാനോയും ചെമ്പല്ലിയുമൊക്കെ ഇവിടെ പരീക്ഷിച്ച് വിജയിച്ച മത്സ്യങ്ങളാണ്. മത്സ്യങ്ങൾക്ക് വളരാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും 1000 തെങ്ങിലുണ്ട്. കൊല്ലത്തെ ക്ലാപ്പന, ആലപ്പാട് പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് ഫാം. പ്രകൃതിദത്തമായ കണ്ടൽക്കാടുകളാണ് ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ കുളത്തിൻ്റെയും ഓരങ്ങളോട് ചേർന്ന് വിശ്വവിഖ്യാതരായ 18ഓളം കണ്ടൽ സുന്ദരിമാർ ഫാമിൽ വിലസുന്നുണ്ട്. കണ്ടൽക്കാടുകളുടെ ഈറ്റില്ലമായ ഫാമിൽ നിന്നും കണ്ടൽ തൈകളുടെ വിൽപ്പനയും ഉണ്ട്. മത്സ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും കരിമീന് മുട്ടയിട്ട് പെരുകാൻ ഏറ്റവും സാധ്യതയുള്ള നിലമൊരുക്കുകയാണ് കണ്ടൽക്കാടുകൾ. കണ്ടലിൻ്റെ വേരുകളിൽ മുട്ടയൊട്ടിച്ച് കരിമീൻ ദിവസങ്ങൾക്കുള്ളിൽ 1-10, 10-100 എന്ന രീതിയിൽ പെരുകും. ഒരു ജീവിതകാലത്ത് മാതൃകാ ദാമ്പത്യമുള്ള മത്സ്യങ്ങളത്രേ കരിമീൻ. ഒരു ജീവിതകാലത്ത് ഒരു പങ്കാളിയെ മാത്രമേ കരിമീൻ സ്വീകരിക്കൂ. മുട്ടകൾ വിരിഞ്ഞാൽ അവയ്ക്ക് മാതൃവാത്സല്യം ഏറെ നൽകുവാൻ അമ്മമാർ ശ്രദ്ധിക്കും. വിരിഞ്ഞ കുഞ്ഞുങ്ങളെ വായിൽ കൊണ്ടു നടന്നാണ് സംരക്ഷിക്കുക. ഒരു സമയം 3000 മുതൽ 6000 മുട്ടകൾ വരെ ഇടുന്ന കരിമീന് വിളഞ്ഞു പെരുകാൻ ഏറെ സാധ്യതയുള്ള ഇടമൊരുക്കുകയാണ് കണ്ടൽക്കാടുകൾ. ഫിഷറീസ് വകുപ്പിൻ്റെ കരിമീൻ വിൽപ്പന കേന്ദ്രം കൂടിയാണ് ഫാം. കരിമീൻ കുഞ്ഞുങ്ങളെയും കരിമീൻ മത്സ്യങ്ങളെയും ഫാമിൽ നിന്ന് വിൽക്കുന്നുണ്ട്. വലിപ്പമനുസരിച്ചാണ് വില. ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ടാങ്കുകളിൽ സദാസമയവും പ്രാണവായു ജ്വലിപ്പിച്ച് കരിമീൻ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നു. കണമ്പിനും തിരതയ്ക്കുമൊക്കെ പ്രത്യേകം ടാങ്കുകളുണ്ട്. രാജീവ് ഗാന്ധി സെന്ററിൽ നിന്നാണ് മിക്ക മത്സ്യങ്ങളുടെയും കുഞ്ഞുങ്ങൾ ഫാമിലെത്തുക. 1 ഡസനിലേറെ വരുന്ന വിഖ്യാതരായ മത്സ്യസുന്ദരികൾക്ക് നല്ല ഇടമൊരുക്കുവാൻ ഫാം അധികൃതർ തയ്യാറാണ്. അക്കാര്യം തുറന്നു പറയാൻ നല്ല മനസ്സേ ഉള്ളൂ. ഇപ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത് 3 തരത്തിലുള്ള കൃഷിയാണുള്ളത്. 1 കൂടുകളിലെ കൃഷി, കേജ് കൃഷി. 2 പെൻ കൾച്ചർ, അതായത് വലവളപ്പിലെ കൃഷി. 3 തുറന്ന ജലാശയങ്ങളിലെ കൃഷി. അപ്പോൾ ഇതിൽ ഈ 3 കൃഷിയിലെയും ഒരു അതിൻ്റെ ഗുണദോഷങ്ങൾ, അതിൻ്റെ ഒരു താളക്രമത്തെക്കുറിച്ച് മാനേജർ എന്ന നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താ ഇതിൻ്റെ ഒരു ഗുണവും ദോഷവും? ഈ പലതരത്തിലുള്ള കൃഷി രീതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പല മത്സ്യകൃഷി ചെയ്യുന്നതിന് താല്പര്യമുള്ളവർ ഒരുപാട് പേര് കാണും. പക്ഷേ അവർക്ക് സ്വന്തമായിട്ടൊരു ജലാശയം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വലവളപ്പുകളിലെ കൃഷിയും കൂട് കൃഷിയും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉൽപ്പാദനം കുളങ്ങൾ കൂടാതെ തന്നെ പൊതു ജലാശയങ്ങളിലും കർഷകർ കൃഷി ചെയ്ത് നമ്മുടെ മത്സ്യ ഉൽപ്പാദനം കൂട്ടുന്നതിനായിട്ട്, അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ വലവളപ്പിലും ഇതിന് ദോഷം ഒന്ന് പറയാൻ, ഇപ്പോൾ ഈ 3 തരത്തിലുള്ള കൃഷി രീതികൾക്കും കൂടുതലായിട്ടുള്ള വശങ്ങൾ അങ്ങനെയില്ല. എങ്കിലും കൂട് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാർവെസ്റ്റിങ് നമുക്ക് വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ അത് നല്ല കുറച്ച് ആഴമുള്ള സ്ഥലങ്ങളിൽ കൂട് ഇടാൻ പറ്റുന്നവർക്ക് അങ്ങനെ കൂടുതൽ മീൻ വളർത്തിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിളവെടുപ്പ് കുളങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മത്സ്യത്തിൻ്റെ വളർച്ചയ്ക്കായാലും മറ്റു കാര്യങ്ങൾക്കൊന്നും മറ്റുള്ള കൃഷി, ഏത് കൃഷി രീതിയായാലും നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അതേപോലെ തന്നെ നല്ലതായിരിക്കും. ഈ കുഞ്ഞുങ്ങളെയൊക്കെ, പ്രത്യേകിച്ചും ചെമ്പല്ലിയുണ്ട്, കോബിയ, മോതയുണ്ട്, പത്രത്തിലുള്ള മത്സ്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് കൊണ്ടുവരിക? RGCA, CMFRA തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് പൊമ്പാനോ, കോബിയ, ക്രാബ്, പിന്നെ കാളാഞ്ചി മത്സ്യക്കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ ചെമ്പല്ലിയുടെ ഒന്നും ഇതുവരെയും ഒരു ഹാച്ചറിയിൽ നിന്നുള്ള ഉൽപ്പാദനം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് കർഷകർ തന്നെ, മത്സ്യത്തൊഴിലാളികൾ തന്നെ കളക്ട് ചെയ്ത് ചെറിയ കുഞ്ഞുങ്ങളെ തരുമ്പോൾ ഇടുന്നു എന്നുള്ളത്. പിന്നെ നമ്മുടെ കുളങ്ങളിൽ തന്നെ കുറച്ച് കുളങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൃഷിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്, കൂട് കൃഷിക്കായിട്ട്. പലതരം മത്സ്യങ്ങളെ പരീക്ഷിച്ച് വിജയിച്ച ഒരു കേന്ദ്രം കൂടിയാണ് 1000 തെങ്ങ് ഫാം. അപ്പോൾ ഉദാഹരണമായിട്ട് പൊമ്പാന ഉൾപ്പെടെയുള്ള വലിയ മത്സ്യങ്ങൾ. ഇനി ഒരു സ്വപ്നം, ഏത് മത്സ്യമായിരിക്കും ഇനി അടുത്ത ഒരു രീതിയിലേക്ക് ഈ ഫാമിൽ കൊണ്ടുവന്ന് പരീക്ഷിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
ഞങ്ങൾ ഇനി ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു മത്സ്യം ഇപ്പോൾ CMFRI വിശാഖപട്ടണത്തിൽ കലവ മത്സ്യം ഗ്രൂപ്പർ അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ആ മത്സ്യം കൊണ്ടുവന്ന് പരീക്ഷിക്കാനാണ് ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം. തീർച്ചയായിട്ടും കേരളത്തിലെ മത്സ്യപ്രേമികൾക്കൊരു പുതുരുചി കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. മത്സ്യങ്ങളെന്നാൽ യഥാർത്ഥ സമ്പത്താണ്. എല്ലായിടത്തും അത് വിളയണമെന്നില്ല. നല്ല മണ്ണും നല്ല വെള്ളവും തന്നെയാണ് മത്സ്യങ്ങളുടെ ഈറ്റില്ല. കൊല്ലത്തെ 1000 തെങ്ങ് ഫാമിൽ അത് വേണ്ടുവോളമുണ്ട്. ഒപ്പം ആത്മാർത്ഥതയുള്ള മനുഷ്യപ്രയത്നവും. നേരാം എല്ലാ ഭാവങ്ങളും.